ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. കാറ്റും വെളിച്ചവും. ആയിരത്തി 1928 ഒക്ടോബർ 27 MK സാനു ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ജനിച്ചത്. സ്വന്തം ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കാറ്റും വെളിച്ചവും കൊണ്ടുവന്ന വ്യക്തികളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച് പ്രൊഫസർ MK സാനു ഓർത്തെടുത്ത് സംസാരിച്ചതിൻ്റെ ശബ്ദലേഖനം. ഇനി എൻ്റെ സ്വഭാവഘടന രൂപപ്പെടാനുണ്ടായ ചില സാഹചര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. ഒരുപക്ഷെ ജന്മസിദ്ധമായി നമുക്ക് ചില വാസനകളും പ്രത്യേകതകളും സ്വഭാവത്തിനുണ്ടായിരിക്കാം. എങ്കിലും സാഹചര്യവും അത് രൂപപ്പെടുന്നതിന് നല്ലൊരളവോളം പങ്കുവഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സമ്പന്നമായ ഒരു വീട്ടിലാണ് ജനിച്ചതെങ്കിലും 10 വയസ്സ് മുതൽ ഞാൻ ദരിദ്രനായിട്ടാണ് വളർന്നത്. എങ്കിൽ തന്നെയും സമ്പന്നമായ വീടിൻ്റെ ഒരാഠ്യ മനോഭാവമോ എന്തോ ഒന്ന് എന്നിലെന്നും ശേഷിച്ചു നിന്നിരുന്നു. മറ്റ് ആളുകളുമായി സ്വച്ഛന്തമായി ഇടപഴകാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാവരും ബഹുമാനത്തോടുകൂടി നോക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വീട്ടിലെ ഒരു അംഗം എന്ന ഒരവസ്ഥ എന്നിലെപ്പോഴും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, ഉച്ചഭക്ഷണം പള്ളിക്കൂടത്തിൽ നിവൃത്തിയില്ലാത്ത കുട്ടികൾ വെറുതെ ഇരിക്കുന്നവരുണ്ട്. ഉച്ചഭക്ഷണം കൊടുക്കുന്നവർ സ്കൂളിൽ സൗജന്യമായി കൊടുക്കുന്ന അക്കാലത്താണുണ്ടായത്. ഞാൻ ഉച്ചഭക്ഷണം ഇല്ലാത്ത വ്യക്തിയായിരുന്നു. എങ്കിലും ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാത്തയാളാണ് എന്ന് പറയാൻ എൻ്റെ ദുരഭിമാനം എന്നെ അനുവദിച്ചിരുന്നില്ല. ഈ ദുരഭിമാനം അന്നത്തെ പോലെ തന്നെ ഇന്നും എൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രബലമെന്ന് പറയാൻ പാടില്ല, ദൗർബല്യമാണ് എന്ന് പറയാൻ സാധിക്കും. എവിടെ എന്തിനു ചെല്ലുമ്പോഴും ഈ ദുരഭിമാനം എന്നെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് ഞാനൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ അതിന് കൊടുക്കാവുന്ന തലക്കെട്ട് കുടുംബഭാരം എന്നായിരിക്കും. കുടുംബം എനിക്കെന്നും ഭാരമായിരുന്നു. ഒരിക്കലും എനിക്കത് സുഖം തന്നില്ല, സന്തോഷം തന്നില്ല, എന്നും അത് ഭാരമായിരുന്നു. ആ നിലയിൽ ആ വീട്ടിലെ അംഗം എന്ന ഒരു അംഗീകാരം പുറത്താളുകൾ തരികയും അതനുസരിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എല്ലാ ബുദ്ധിമുട്ടുകളും സ്വകാര്യമായി നിശബ്ദമായി അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എന്നിൽ അന്ന് രൂപപ്പെട്ടതായിരിക്കണം. അത് ഇന്നുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ സ്വന്തം കാര്യങ്ങൾ പറയാൻ ഉത്സുകനല്ല. പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുകൾ മറ്റാരോടും പറയുന്നില്ല. അത് ഉള്ളിലൊരു സംഘർഷമായി പലപ്പോഴും മാറും. ഒരുപക്ഷെ ശോകമായി അത് ഞാൻ മാറ്റി സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഇതുപോലുള്ള ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പല സന്ദർഭം, ഉദാഹരണത്തിന് മംഗലത്ത് വീട്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുന്ന ആൾക്ക് ഒരു 25 തേങ്ങ വേണം, വെറുതെ കൊണ്ട് കൊടുക്കണം. അന്ന് തേങ്ങയ്ക്ക് വലിയ വിലയില്ല. അപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് വരുന്നു എന്നുള്ളതല്ലാതെ ഇത് കൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല, തരിയില്ല എന്ന് പറയാനും സാധിക്കില്ല. അതുമൂലം അനുഭവപ്പെടുന്ന അനേകം ബുദ്ധിമുട്ടുകൾ മനസ്സിന് ക്ലാസ്സിൽ പോകാതിരിക്കാനും മറ്റു പലതിനും എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഞാനത് തുറന്നു പറഞ്ഞിരുന്നില്ല. എൻ്റെ അനുഭാവം എന്നും പട്ടിണി കിടക്കുന്നവരോടും ദുരിതമനുഭവിക്കുന്നവരോടുമാണെങ്കിലും അവരോട് താതാത്മ്യം പ്രാപിക്കാൻ എനിക്കൊരിക്കലും കഴിഞ്ഞതുമില്ല. അവരെല്ലാവരും മുതലാളിൻ്റെ വീട്ടിലെ ആളുകൾ, അവിടെ മുതലാളൻ എന്നാണ് വിളിക്കുന്നത്, ആളായിട്ടാണ് എന്നെ കാണുന്നത്. ആ ഒരു പദവി ഒഴിവാക്കാൻ എനിക്ക് കഴിയുന്നുമില്ല. അങ്ങനെ ഒരവസ്ഥ പലപ്പോഴും നിശബ്ദമായ ഒരു പലരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിൽ അടുത്ത് എന്നെ മണവാളൻ എന്ന് വിളിക്കുന്ന വീട്ടിലെ ആളുകൾ തന്നെ അവർക്കൊരു നേരമായിരിക്കും ഭക്ഷണം വരെ കൊണ്ടുവന്ന് വീട്ടിൽ തന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ അവരുടെ ഒരാളാണ് എന്ന് പരസ്യമായി അവകാശപ്പെടാൻ ഒരിക്കലും എനിക്ക് സാധിച്ചിട്ടില്ല. ആ ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനവും ഞങ്ങളുടെ നാട്ടിൻ പുറത്തേക്ക് കടന്നു വരുന്നത്. അതിൽ 2 തരത്തിലുള്ള പ്രത്യേകതകൾ ഇതിനുണ്ടായി. ഒന്ന്, അതിൽ ഒട്ടുമിക്കവാറും ചേർന്നത് ഈഴവ സമുദായത്തിലെ അംഗങ്ങൾ. SNDP യോഗ പ്രവർത്തകന്മാരും മറ്റ് ഈഴവരിൽ യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ നേരത്തെ പ്രചരിച്ചിരുന്നത് കൊണ്ട് ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. പലരും ദരിദ്രന്മാരുമായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർ അതിനനുകൂലമായില്ല. അവർ ഒരു ജന്മി വീടെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് 10,000, 30,000, 40,000 നാളികേരം കിട്ടുന്ന ഒരു വീടെന്ന രീതിയിൽ അവരൊരു കോൺഗ്രസിൻ്റെ ദുർഗമായിട്ട് തന്നെ എക്കാലത്തും നിലനിന്നിരുന്നു. എൻ്റെ അനുഭാവം കമ്മ്യൂണിസ്റ്റോടായിരുന്നു. അനുഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് തുല്യത വേണം, ഒരാൾ പട്ടിണി കിടക്കാൻ പാടില്ല. എൻ്റെ ക്ലാസ്സിലെ ഭാർഗവനെ പോലെ ആഹാരം കഴിക്കാതെ എല്ലും തോലുമായി വിളറിയ മുഖവുമായി നടക്കാൻ പാടില്ല. ഭാർഗവൻ എന്നേക്കാൾ മിടുക്കനാണ്. അതുണ്ടായിരുന്നു. എങ്കിലും ആ ഘട്ടത്തിൽ എനിക്ക് അതിനോടും പൂർണ്ണമായി യോജിക്കുവാൻ സാധിച്ചിരുന്നില്ല. യോജിക്കാൻ സാധിക്കാതിരുന്ന ഒരു കാര്യം, അന്ന്
ഈ ജനാധിപത്യ ബോധത്തിന് അത് അനുകൂലമല്ല എന്ന് അവ്യക്തമായ ഒരു ധാരണ എൻ്റെ മനസ്സിൽ വന്നു കൂടിയിരുന്നു. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാൻ, എൻ്റെ അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്താൻ അനുവദിക്കുമോ എന്ന സംശയം എന്നിൽ കൂടിയിരുന്നു. എങ്കിലും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് എന്നും അനുഭവം കാണിച്ചത്. അതിനൊരു കാരണം അത് വികാരപരമാണ്. അന്ന് പള്ളിയിൽ നിന്നിറങ്ങിയ ഒരു ജാഥ, വലിയ നീണ്ട ജാഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടാണ്. എൻ്റെ വീട്ടിൻ്റെ സമീപം വന്നപ്പോഴത്തേക്കും കൊട്ടി കമ്മ്യൂണിസം വേണ്ട എന്ന് വിളിച്ചു. അത് ഒരു ജാതിബോധം എന്നിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും അതെന്നെ ഒന്ന് പ്രകോപിപ്പിച്ചു. എന്നാൽ പിന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയാലെന്താ കുഴപ്പം? പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആവുന്നതിൽ എനിക്കുള്ള മറ്റൊരു പ്രയാസം, അതിൽ അപകടം നേരിടാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് അമ്മയ്ക്കൊരു മകനാണ്, അമ്മ ആണെങ്കിൽ ഞാനില്ലെങ്കിൽ എങ്ങനെ കഴിയും എന്നൊരവസ്ഥ എൻ്റെ വിചാരത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയാൽ എന്നെ പോലീസ് പിടിച്ചിട്ട് പോകുന്നതാണ്. അക്കാലം അതായിരുന്നു. ഞാൻ അപകടത്തിൽപ്പെടും. അതുകൊണ്ട് ആ ഒരു ഭയം എന്ന് തന്നെ ഞാനത് പറയുകയാണ് ശരി, എന്നെ വലിയ ഭീരുത്വത്തിലേക്കും സുരക്ഷിതത്വം തേടുന്ന അവസ്ഥയിലേക്ക് നയിച്ചതുകൊണ്ട് അതിൽ നിന്നും ഞാൻ അകന്നു വന്നു. എൻ്റെ ഗുരുനാഥനായ സുഗതൻ സാർ അതിനകം കമ്മ്യൂണിസ്റ്റുകാരനാവുകയും ജയിൽവാസം അനുഭവിക്കുകയും മർദ്ദനത്തിന് വിധേയനാവുകയും മറ്റും ചെയ്തു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തോട് ബന്ധപ്പെടുത്തി തന്നെ ഞാൻ പറയട്ടെ, ഒരു ദിവസം എൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. ഒരു മൈതാനത്തിൽ ഞാൻ ചെയ്ത പ്രസംഗമാണ്. അകലെ നിന്ന് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത എല്ലാവരോടും അന്ന് വർഗശത്രു എന്ന മനോഭാവമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ വീട്ടുകാരോടും ഉണ്ടായിരുന്നു. വീട്ടിൽ പലപ്പോഴും വന്ന് ഭക്ഷണം കഴിക്കുമെങ്കിലും നിൻ്റെ വലിയച്ഛനും മറ്റും എൻ്റെ വർഗശത്രുക്കളാണെന്ന് എന്നെ കാണുമ്പോൾ പറയുമായിരുന്നു. എങ്കിലും യാദൃച്ഛികമായൊരു പ്രസംഗം കേട്ടതിന് ശേഷം അദ്ദേഹം എനിക്കൊരു കാർഡ് എഴുതി അയച്ചു. സാനുവിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. ഇത്രയും ശക്തിയും സൗന്ദര്യവുമുള്ള പ്രസംഗം ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അദ്ദേഹം ഞങ്ങൾ എന്ന് പറഞ്ഞത് തൊഴിലാളി വർഗത്തെ ഉദ്ദേശിച്ചാണ്. മറ്റൊരു രീതിയിൽ ഞാൻ ഒരു വിശാലമായ അർത്ഥത്തിൽ കണ്ടു, ഇത് മറ്റുള്ളവരെ സേവ പിടിക്കുന്നതിനോ എൻ്റേതല്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നതിനോ ഞാനത് കളയേണ്ടതല്ല എന്ന ഒരു ആദർശമായിട്ടാണ് പിൽക്കാതെ സ്വീകരിക്കാൻ തോന്നിയത്. അദ്ദേഹത്തിന് അതർക്കുള്ള ഗുരുഭക്തി പലപ്പോഴും എൻ്റെ പ്രസംഗത്തെ അങ്ങനെ സൂക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപൂർവമായി ഞാൻ വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെയും എന്നും എൻ്റേതല്ലാത്ത ഒരു അഭിപ്രായം പറയാൻ ഞാൻ എൻ്റെ പ്രസംഗകലയാണെങ്കിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അത് സുഗതൻ സാറിൻ്റെ ആ കത്താണ്, ഒരു കാർഡാണ്. അതൊരു കാർഡിലെ ഏതാനും വാക്യങ്ങൾ അതെൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു എന്ന് മാത്രമല്ല എൻ്റെ ആത്മാവിൻ്റെ ഒരംശമായി തീരുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോഴാണ്, ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുമായി വന്നപ്പോഴാണ് ജയപ്രകാശ് നാരായണൻ്റെ വൈ സോഷ്യലിസം വായിക്കാനിടയായത്. അന്ന് ഞാൻ ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥിയാണ്. വൈ സോഷ്യലിസം വായിച്ചതോടുകൂടി എനിക്ക് സോഷ്യലിസത്തോട് വളരെ ഭ്രമം തോന്നിയെന്ന് മാത്രമല്ല, അന്ന് ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണമായി അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതിനകത്തുള്ള ഒരു പ്രത്യേകത, വൈ സോഷ്യലിസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനേകം പ്രസംഗങ്ങൾ ഞാൻ ഏകദേശം മുൻപ് ചങ്ങമ്പുഴയുടെ കവിതയെന്ന് പറഞ്ഞതുപോലെ അത് ഞാൻ അനുധാവനം ചെയ്തുകൊണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞതൊന്ന്, വ്യക്തിക്ക് തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കാത്ത കാലത്തോളം സമത്വ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഏത് പ്രത്യയശാസ്ത്രവും നമ്മുടെ വാഗ്ദാനത്തിനൊത്ത് ഉയരുകയില്ല എന്നതാണ്. അതിൽ അദ്ദേഹം സ്റ്റാലിൻ്റെ കാലം വന്നപ്പോഴുണ്ടായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യ ഭഞ്ജനത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തെ, സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പാർലമെൻ്ററി ജനാധിപത്യവും വ്യക്തികളുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ അത് വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കില്ല എന്നൊരു വീക്ഷണം അക്കാലത്ത് അങ്കുരാവസ്ഥയിൽ രൂപപ്പെട്ടു. പിൽക്കാലത്ത് എന്നിൽ അത് ദൃഢമായി വളരുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനിൽ തന്നെയും പാസ്റ്റർനാക്കിന് നോബൽ സമ്മാനം സ്വീകരിക്കുന്നതിന് തടസ്സമായപ്പോഴും പിന്നീട് സോൾസെനിറ്റ്സിൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയപ്പോഴും എനിക്ക് അതിനോട് വളരെയധികം അനുഭവമുണ്ടായി. സോൾസെനിറ്റ്സിൻ നോബൽ സമ്മാനം സ്വീകരിക്കുന്നതിന് തടസ്സമായ വാദഗതി ഇവിടെ ധാരാളം ഉണ്ടായി. സോൾസെനിറ്റ്സിനെ പറ്റി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനം ആപ്പിളിനുള്ളിലെ പുഴു എന്ന തലക്കെട്ടുകൂടിയായിരുന്നു. 2-3 പേരത് എഴുതിയിരുന്നു. അതായത് ഒരു രാഷ്ട്രത്തിനുള്ളിൽ പുഴുവായിരുന്നു കൊണ്ട് ആ രാഷ്ട്രത്തെ ഇയാൾ കാർന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവലംബിച്ച മനോഭാവം മറ്റൊന്നാണ്. സോൾസെനിറ്റ്സിനെ പോലെ ഒരു വിമതനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വിമതന്മാർക്ക് സ്വച്ഛന്തമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നത് കൊണ്ട് ഒരു രാഷ്ട്രത്തിനും അപകടം ഉണ്ടാവുകയില്ല എന്നൊരു വീക്ഷണമാണ്. അന്ന് അതിനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന പേരിൽ ഞാൻ ഒരു ലേഖനം എഴുതുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ എഴുതിയിരുന്നുള്ളൂ, മറ്റാരും ഇവിടെ അതിനെപ്പറ്റി എഴുതുകയുണ്ടായി. ഇത് എൻ്റെ ഒരു പ്രാണവായു പോലെ ഞാനെന്നും സൂക്ഷിച്ചു പോകുന്ന ഒന്നാണ്. ആവിഷ്കരണത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇന്ന് ഞാനതിനെപ്പറ്റി മിണ്ടാത്തത് ഭയം കൊണ്ടാണ്. കാരണം അതിനോട് പൂർണ്ണമായും നീതി കാണിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല എന്ന് തോന്നി. എങ്കിലും എൻ്റെ വിശ്വാസ പ്രമാണം വ്യക്തികൾക്ക് സ്വച്ഛന്തമായി അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകണം എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ
ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ഒരാരാധകനാണ് ഞാനെന്ന് പറയാം. വ്യക്തികൾ അപകടകരമായ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കുമായിരിക്കും, ഭ്രാന്തമായ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കുമായിരിക്കും. പക്ഷേ 100 പേർ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അതിലൊരു 5 പേരുടെ അഭിപ്രായങ്ങളെങ്കിലും സമുദായത്തിനും മനുഷ്യരാശിക്കും എന്നും പ്രയോജനകരമായി ഭവിക്കാവുന്നതാണ്. ആ 5 പേർക്ക് വേണ്ടി 95 പേരെയും നാം സഹിക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള നിലപാട്. ഈ വ്യക്തി സ്വാതന്ത്ര്യം സാഹിത്യത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. സാഹിത്യത്തെ സംബന്ധിക്കുന്നതിൻ്റെ വീക്ഷണത്തിൽ ഒരു ഭാഗത്ത് അഹന്തയും മറുഭാഗത്ത് അഹന്താ നിരാസവും ഈ വൈരുദ്ധ്യത്തിലാണ് അത് നിലകൊള്ളുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്തെങ്കിലും ഒന്ന് ആവിഷ്കരിക്കാനുണ്ട് എന്ന് തോന്നുന്നിടത്ത് ഞാൻ എൻ്റെ അഹന്തയോട് നീതി കാണിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി, മറ്റുള്ളവർ ആവിഷ്കരിച്ചതിൽ നിന്ന് ഭിന്നമായി എനിക്ക് പറയാനും ആവിഷ്കരിക്കാനുമുണ്ട് എന്ന ഒരു അഹന്താബോധത്തിൽ നിന്നാണ് സാഹിത്യം ജനിക്കുന്നത്. പക്ഷേ സാഹിത്യത്തിൻ്റെ ആവിഷ്കരണത്തിൽ അഹന്തയെ എത്രത്തോളം അതിൽ നിന്ന് മാറ്റി നിർത്തുന്നുവോ അത്രത്തോളം സാഹിത്യം ശില്പഭംഗിയുള്ളതായി മാറുകയും ചെയ്യുന്നു. ഇതാണ് എനിക്ക് തോന്നുന്നത് റൊമാൻറ്റിസിസവും ക്ലാസിസവും തമ്മിലുള്ള മൗലികമായ വ്യത്യാസമെന്ന്. റൊമാൻറ്റിസിസം അഹന്തയ്ക്ക് സാഹിത്യ രചനയിലും പ്രാധാന്യം നൽകുന്നുണ്ട്. ക്ലാസിസിസം അഹന്തയെ കഴിയുന്നിടത്തോളം സാഹിത്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഗോയിഥെ ഒരിക്കൽ പറഞ്ഞു, റൊമാൻറ്റിസിസം രോഗാതുരതയും ക്ലാസിസിസം രോഗവിമുക്തമായ ആരോഗ്യാവസ്ഥയുമാണെന്ന്. അതിന് നൽകാവുന്ന ഏറ്റവും നല്ല നിർവചനമാണ് എന്നെനിക്ക് തോന്നുന്നു. ഏറ്റവും ബലിഷ്ഠമായ വീക്ഷണത്തിൽ നിന്ന്, ലോകക്ഷേമോത്സുകമായ ദർശനത്തിൽ നിന്ന് ക്ലാസിസിസം അല്ലാതെ സാഹിത്യത്തിൽ രൂപപ്പെടുകയില്ല എന്നെനിക്ക് തോന്നുന്നു. നേരെ മറിച്ച് അഹന്താമാത്രനിഷ്ഠമായ രചനകൾ വായനക്കാരിൽ പോലും ഒരുതരം രോഗാതുരതയായി കാലക്രമത്തിൽ ബാധിച്ചുകൂടായികയില്ല. ഇത് സാഹിത്യ ചിന്തയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. സാഹിത്യത്തിൽ സമീപകാലത്ത് നമ്മുടെ സാഹിത്യത്തിൽ വളരെ ആർഭാടമായ അഹന്താ പ്രകാശനം നടക്കുന്നുണ്ട്. രചനയിൽ, പ്രസ്താവങ്ങളിൽ, ലേഖനങ്ങളിൽ ഞാൻ എന്നെ സംബന്ധിക്കുന്ന എല്ലാത്തിനും. അത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഞാൻ കരുതുന്നു. അതിൽ നിന്നും മോചനം പ്രാപിക്കാതെ നമ്മുടെ വർത്തമാനകാല സാഹിത്യം ജീർണതയെ അതിലംഘിക്കാൻ കെൽപ്പുള്ളതാവുകയില്ല എന്നും ഞാൻ കരുതുന്നു. ഞാൻ വീണ്ടും പിന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. കാറ്റും വെളിച്ചവും. എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ MK സാനുവിൻ്റെ ഓർമ്മകൾ തുടരും. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.